നമഃശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അമ്മയുടെ സന്ദേശം. മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും ഈശ്വരൻ കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയ അമൂല്യമായൊരു പൂങ്കാവനമാണ് ഈ ലോകം. സകല ജീവജാലങ്ങൾക്കും സന്തോഷത്തോടും സമാധാനത്തോടും ആരോഗ്യത്തോടും ജീവിക്കാനുള്ള സകല വിഭവങ്ങളും ഈശ്വരൻ ഇതിലൊരുക്കി. എടുക്കുന്നതിനനുസരിച്ച് കൊടുക്കണം എന്ന് മാത്രം കൽപ്പിച്ചു. ആവോളം ആസ്വദിക്കാനും അനുഭവിക്കാനുമുള്ള അനുവാദവും അനുഗ്രഹവും നമുക്ക് നൽകി. ഈ പൂങ്കാവനവും ഇതിലെ വിഭവങ്ങളും കോട്ടം വരാതെ ഭംഗിയായി സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഈശ്വരൻ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചു. മനുഷ്യനോളം ബുദ്ധിയില്ലാത്ത മറ്റു ജീവജാലങ്ങൾ ഈശ്വരന്റെ കൽപ്പന വരവണ്ണം തെറ്റിക്കാതെ അനുസരിക്കുന്നു. എന്നാൽ ബുദ്ധിയും തിരിച്ചറിവുമുള്ള മനുഷ്യൻ ഈശ്വരനോട് കൂറുകാട്ടിയില്ലെന്ന് പറയേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. മനുഷ്യന്റെ സ്വാർത്ഥത എല്ലാ അതിരുകളും പിന്നിടുന്നു. ഇനിയും നമ്മൾ തെറ്റു തിരുത്താൻ വൈകിയാൽ ബഹിരാകാശ സഞ്ചാരികൾ ധരിക്കുന്നത് പോലുള്ള മുഖംമൂടികളും ഓക്സിജൻ ടാങ്കുമെല്ലാം ധരിച്ച് മനുഷ്യൻ ഈ ഭൂമിയിലൂടെ നടക്കേണ്ടി വരുന്ന കാലം വിദൂരമില്ല. നമ്മൾ പരിഭ്രാന്തരാകേണ്ട വിധം അത്ര ഗുരുതരമൊന്നുമല്ല പരിസ്ഥിതി പ്രശ്നം എന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ താളം തെറ്റുന്ന പ്രകൃതിയും പരിസ്ഥിതിയും ആശങ്ക ഉളവാക്കുന്നത് തന്നെയാണ്. നമ്മുടെ ഈ ജീവിതകാലത്ത് തന്നെ കാലാവസ്ഥ എത്രയധികം മാറിപ്പോയി എന്നത് നമുക്ക് നിരീക്ഷിക്കാവുന്നതാണ്. ഭൂമിയെയും മണ്ണിനെയും സംരക്ഷിക്കുന്നതിനുള്ള നമ്മുടെ അലംഭാവം കാരണം കേരളത്തിലെ വൻ നഗരങ്ങൾ തന്നെ വെള്ളപ്പൊക്കത്തിൽ മുങ്ങുന്നത് നമുക്ക് കാണാം. പണ്ട് പരക്കെ കണ്ടിരുന്ന പല ജീവികളെയും പക്ഷികളെയും ഇന്ന് നമ്മുടെ നാട്ടിൽ കാണാനില്ല. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ കാടുകളും ആസ്ട്രേലിയയിലെ വിസ്തൃത വനങ്ങളും കത്തി നശിക്കുകയാണ്. ആഗോളതലത്തിൽ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിന് ഏറ്റവും വലിയ സംഭാവനകൾ നൽകി വരുന്ന തിമിംഗലങ്ങൾ ഇന്നു വംശനാശ ഭീഷണിയിലാണ്. അതുപോലെ പല ജീവിവർഗങ്ങളും വംശനാശത്തിന്റെ വക്കിലാണ്. അവയുടെ കൂട്ടത്തിൽ മനുഷ്യനും അണിചേരുന്ന നാൾ വിദൂരമല്ലെന്ന് ആരറിഞ്ഞു? ഇതൊക്കെ നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ടിയിരിക്കുന്നു. ഒരു ഹൃദയാഘാതം സംഭവിക്കുന്നതിന് ഏറെ മുൻപ് തന്നെ ശരീരം അപായ സൂചനകൾ നൽകാറുണ്ട്. അജ്ഞത കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ അത്തരം അപായ സൂചനകൾ അവഗണിക്കപ്പെടുമ്പോഴാണ് ഒരു നാൾ ശക്തമായ ഹൃദയാഘാതം സംഭവിക്കുന്നത്. പ്രകൃതി മനുഷ്യന് നിരന്തരം ചെറിയ ചെറിയ അപായ സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ നമ്മെ ഞെട്ടിക്കും വിധം ശക്തമായ താക്കീതുകളും തരുന്നു. 2 വർഷക്കാലം ലോകത്തിനെ ഭീതിയിലാഴ്ത്തിയ കോവിഡിനെ ശരിയായി പഠിക്കുമ്പോൾ അതിനെയും പ്രകൃതി നൽകിയ ശക്തമായ താക്കീത്തായെ കാണാൻ കഴിയും. പരിസ്ഥിതിയുടെ തകർച്ച ജീവസമൂഹത്തിന്റെ തകർച്ചയും വരും തലമുറകളുടെ സമ്പൂർണ്ണ നാശവുമായിരിക്കും. ഇനിയും നമ്മൾ ഉണരാനും കണ്ണു തുറക്കാനും പ്രവർത്തിക്കാനും വൈകിയാൽ വിവരണാതീതമായ ദുരന്തങ്ങളായിരിക്കും നമ്മെ കാത്തിരിക്കുന്നത്. ഹരി ഓം നമഃ ശിവായ.